താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. നിലവിളിക്ക് മറുപടി ഉണ്ടാക്കുന്ന 2 കാര്യങ്ങൾ. തെറ്റിദ്ധരിക്കരുത്. ലോക മനുഷ്യൻ്റെ നിങ്ങൾക്ക് ചുറ്റുപാടും നിന്ന് ഉയർന്നു കേൾക്കുന്ന ആ നിലവിളിയെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ അഥവാ ഭക്തന്റെ നിലവിളിക്ക് മറുപടി ഉണ്ടാക്കുമാറാകുന്ന 2 കാര്യങ്ങൾ. അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമേ നാം ധ്യാനിക്കുവാനായി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം തോന്നിക്കാണണം. കാരണം നിലവിളി, അതെ, അത് മാത്രമേ ഉള്ളൂ. നിലവിളി ഉയരുന്നുണ്ട്. രാവും പകലും കരഞ്ഞ് നിലവിളിച്ചിട്ട് തീരാത്തത്ര പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നു അല്ലേ? അപ്പോൾ ഈ നിലവിളിയെ നമ്മൾ മറുപടി കിട്ടുന്ന ഒരു അത്ഭുതമാക്കി, ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ പോകുക. നമുക്കറിയാം, പ്രാർത്ഥനയാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് മറുപടി തരുമാറാക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ നമ്മുടെ വിഷയങ്ങളിൽ നിന്ന് വിടുവിക്കുമാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിലവിളി ദൈവത്തിൽ നിന്ന് മറുപടി പ്രാപിക്കുന്ന കാര്യമായി മാറുന്നത്? കാരണം വേദപുസ്തകം നിലവിളിയെ പ്രാർത്ഥനയുടെ പര്യായമായി വെളിപ്പെടുത്തുന്നു. ഭക്തന്റെ നിലവിളി അത് പ്രാർത്ഥനയാണ്. പ്രിയരെ, നിങ്ങളിൽ നിന്ന് വരുന്ന നിലവിളി, അതിന് പിന്നിൽ പല പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ജോലി സ്ഥലത്ത് പ്രശ്നമായിരിക്കാം, അല്ലേ സഹോദര സഹോദരി? നിന്നെ കരയിപ്പിക്കുന്നതും നിലവിളിക്കുമാറാക്കുന്നതും ആ ബാത്റൂമിനകത്ത് പോലും പോയി നിന്നിട്ട് വെള്ളം തുറന്നു വെച്ച് ശബ്ദം പുറത്തു കേൾക്കാതെ ഉച്ചത്തിൽ കരയുന്ന, ചുമരിൽ കൈയിട്ടടിച്ച് മുടിയൊക്കെ വലിച്ചു പറിച്ച് ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ നീ നിലവിളിക്കുന്ന, തൊണ്ടയിൽ ഇറുകെ പിടിച്ച് ശബ്ദം പുറത്തു വരരുത് സഹോദരി, തലയിണ കൊണ്ട് മുഖവും വായും ചേർത്ത് പിടിച്ച് ആ നിലവിളി, മക്കളെ കുറിച്ച് ഓർത്ത് നിലവിളിക്കാത്ത കരയാത്ത ദിവസങ്ങളില്ല. എപ്പോഴും കണ്ണുനീരാണ്. മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വേദനയോടെ കണ്ണു നിറയുന്നു. മക്കളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ ഇതെല്ലാം കണ്ണുനീരായി ഭവനത്തിനകത്ത് ആ കിടക്കയിൽ വീണു തീരുന്നു. രോഗവിവരം അറിയുമ്പോൾ അത് നിങ്ങളുടേത് തന്നെ ആകണമെന്നില്ല. പ്രിയപ്പെട്ടവരുടെ രോഗം നിങ്ങളുടെ കണ്ണ് നിറയിപ്പിക്കുന്നു. നിലവിളിച്ചു പോകുന്നുണ്ട്. അയ്യോ, പലരും വേദന സഹിക്കുവാൻ കഴിയാതെ, രോഗമുഖാന്തരമുള്ള വേദന സഹിക്കുവാൻ കഴിയാതെ നിലവിളിക്കുന്നു. കടക്കാരനായി കടക്കാരിയായി മാറി, നിന്ന സഹിച്ചു, അപമാനിതയായി തലകുനിച്ചു, നിലവിളി ഉയരുകയാവും. നിലവിളി അത് നിങ്ങളിൽ നിന്നായതുകൊണ്ട്, ഭക്തനിൽ നിന്നായതുകൊണ്ട് അത് പ്രാർത്ഥനയാണ്. അപ്പോൾ എങ്ങനെ ആ പ്രാർത്ഥനയെ വിടുതലിന് കാരണമാക്കി മാറ്റാം? അല്ലെങ്കിൽ നിങ്ങൾ നിലവിളിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ഉയരുന്ന നിലവിളി എങ്ങനെയാണ് ആ നിങ്ങളുടെ നിലവിളിക്ക് തന്നെ പരിഹാരമായി മാറുന്നത്? നോക്കാം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള 5 വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ചിന്ത അല്പമായി നാം മുൻപോട്ട് കൊണ്ടുപോകുവാനായി പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുമല്ലോ, ആദ്യമേ തന്നെ ആ 2 കാര്യങ്ങളെ പറഞ്ഞിട്ട് മുൻപോട്ട് പോകാം. 1, ചുറ്റുമുള്ളവരെ, അതെ അത് തന്നെ, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നോക്കരുത് നിലവിളിക്കുമ്പോഴാണ്. 2, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് മറുപടിക്കായി എന്താണോ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നിലവിളിയാണ്, അതിന് ഒരു കുറവും വരുത്തരുത്, മടുത്തു പോകരുത്. ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പുറപ്പെടുന്നു. അർത്ഥം, അവൻ ഒറ്റയ്ക്കല്ല, ചുറ്റും വലിയൊരു കൂട്ടമുണ്ട്. പല നിലകളിൽ പലതും പ്രതീക്ഷിച്ച്, പലതും ചിന്തിച്ച്, പലതും ആഗ്രഹിച്ച്, പല സ്വപ്നങ്ങളും കണ്ട് അവരൊപ്പം കൂടിയിരിക്കുന്ന വലിയ കൂട്ടം. എന്നെ കാണുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെ കരയുന്നവരുണ്ടായിരിക്കാം, വേദനപ്പെടുന്നവരുണ്ടായിരിക്കാം, പ്രിയപ്പെട്ടവരുടെ ആശ്വാസത്തിന് വേണ്ടി അലയുന്നവരുണ്ടായിരിക്കാം. അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ കർത്താവായ യേശു ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് ആ കൂട്ടം കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്. അവനിൽ പ്രതീക്ഷ വയ്ക്കുന്നവർ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തേയില്ല. വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അതെ, നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ ഈ സമയം നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, നിങ്ങളുടെ ആവശ്യഭാരങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുമ്പോൾ, പ്രിയരേ, നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തേയില്ല. സന്തോഷത്തോടെ, അതേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോടായി ഞാൻ പറയട്ടെ, നിങ്ങൾ സന്തോഷത്തോടെ ഈ മെസ്സേജ് കഴിഞ്ഞ് എഴുന്നേൽക്കും. അതേ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആ പ്രവൃത്തിയെക്കുറിച്ച് വർണ്ണിക്കുവാൻ തുടങ്ങും. അതേ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക. ലജ്ജിതരായി
തലകുനിച്ച് നിൽക്കുവാനിടയായ സാഹചര്യങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവം എൻ്റെ ഇന്നലകളിലെ ലജ്ജയെ മാറ്റി, നിന്നയെ മാറ്റി, കണ്ണുനീരിൻ്റെ അവസ്ഥയ്ക്ക് അവൻ വിരാമം വരുത്തി എന്ന് പറയുവാൻ തക്കവണ്ണം അതേ സന്തോഷമുള്ളവരാക്കി നിങ്ങളെ മാറ്റുവാൻ പോകുക. ലജ്ജ മാറി, അർത്ഥം സന്തോഷം വന്നു. അതേ, ലജ്ജ പോയി, ഇന്നലകളിലെ ലജ്ജ പോയി, തലകുനിഞ്ഞ അനുഭവം പോയി, സന്തോഷം കടന്നു വരുവാൻ പോകുക. അതെ, ആ സന്തോഷത്തിന് അവൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്ന വലിയ കൂട്ടം. അവരിൽ എത്ര പേർ ആ സന്തോഷം കണ്ടെത്തി? അതൊരു ചോദ്യമാണ്, നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം. ഇങ്ങനെ ഒരു ദൈവമുണ്ട്, അവൻ സകലത്തിനും മതിയായവനാണ്. നമ്മൾ അറിയുന്ന, കാണുന്ന, കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഇന്നലകളിലെ ജീവിതത്തിൽ അനേക അത്ഭുതങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഇന്ന് എനിക്ക് അവിധത്തിലൊരു അത്ഭുതം പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ല? ചോദിക്കേണ്ടിയിരിക്കുന്നു. ആ കൂട്ടത്തിൽ എത്ര പേർ സർവശക്തനായ ദൈവത്തിൽ നിന്ന് അവർക്ക് വേണ്ടത് പ്രാപിച്ചു? ഇവിടെ പ്രാപിച്ച രണ്ടുപേരുടെ അടുക്കലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ പിന്നെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ കഥയിലെ നായകന്മാർ, കർത്താവായ യേശുക്രിസ്തു നായകനാണ്. അവനൊപ്പം പ്രാധാന്യമുള്ള രണ്ടുപേർ, വിശ്വാസികളായ നമുക്ക് മാതൃകയാക്കുവാൻ കൊള്ളാകുന്ന രണ്ടുപേർ. അവർ ചെയ്ത രണ്ട് കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ നിലവിളിക്ക് കാരണമായ അവസ്ഥയുണ്ട്. നോക്കൂ, ആ തെരുവീതി ദീപാലങ്കൃതമാണ്, സായാഹ്നമാണ്. ഒരുപാട് വഴിവാണിഭക്കാർ മനോഹരമായ, കണ്ണുകൾക്ക് കുളിർമയേകുന്ന, കാതുകൾക്ക് ഇമ്പസ്വരം നൽകുന്ന പല വിധത്തിലുള്ള വസ്തുക്കൾ വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്നു. പലതും അവിടെ ലഭിക്കും. സന്തോഷിക്കുവാൻ വേണ്ട പലതുമുണ്ട്. അവിടെ വരുന്ന ആൾക്കാരുടെ മുഖത്തൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. വഴിയാത്രക്കാരുടെ മുഖത്ത് സന്തോഷമുണ്ട്. ഭവനത്തിലെത്തി ആ സന്തോഷത്തിന് പൂർത്തീകരണം ഉണ്ടാക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞ ആ വഴിവക്കിൽ രണ്ടുപേർ ഈ സന്തോഷങ്ങളൊന്നും അനുഭവിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നു. ശ്രദ്ധിക്കുക, അവിടെ എല്ലാം ഉണ്ട്, എന്നാൽ അവർക്കിതൊന്നും അനുഭവിക്കുവാൻ കഴിയുന്നില്ല. കാരണം അവർ കുരുടന്മാരാണ്. വെള്ളി വെളിച്ചം, ആ വഴിയിറമ്പിലെ വെള്ളി വെളിച്ചം അവർക്ക് കാണുവാൻ കഴിയുന്നില്ല. അനേകരുടെ ഹൃദയത്തെ മോഹിപ്പിക്കുന്ന സൗന്ദര്യമുള്ള വസ്തുക്കൾ, വിൽപ്പനക്കാർ വച്ചിരിക്കുന്ന വസ്തുക്കൾ അവർക്ക് കാണുവാനോ ആസ്വദിക്കുവാനോ വാങ്ങുവാനോ കഴിയുന്നില്ല. അവർ പരിമിതികൾ ഉള്ളവരാണ്. എല്ലാം ഉണ്ട്, അല്ലേ? എല്ലാം ഉണ്ട്, ചുറ്റും എല്ലാം ഉണ്ട്. ആ ജോലി സ്ഥലത്ത് എല്ലാം ഉണ്ട്. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിക്കുന്ന സ്റ്റാഫുകളുണ്ട്, നല്ല പേരുള്ളവരുണ്ട്. പക്ഷേ നിങ്ങൾക്കോ? ആ രാജ്യത്ത് അതൊരു പേരാണ്. അയ്യോ, ആ രാജ്യമെന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ പറയുമോ അവനെല്ലാം ഇനി എന്തിനാ അവൻ പേടിക്കുന്നത്? അത്രമാത്രം സെക്യൂർഡായ ഒരു രാജ്യത്തെത്തിയിട്ടും സഹോദരി നീ കരയുക. എല്ലാം ഉണ്ട്. അവിടെ പോകുന്നവർക്ക് ജോലിയുണ്ട്, നല്ല വരുമാനമുണ്ട്, നാട്ടിൽ പലതും സമ്പാദിക്കുവാൻ കഴിയുന്നുണ്ട്, വീട്ടുകാരെ ആ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ നിനക്ക് മാത്രം കഴിയുന്നില്ല. നിന്റെ ജീവിതത്തിൽ മാത്രം അതില്ല. ആ സന്തോഷം നിനക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ജോലി സ്ഥലത്ത് നീ ബാധിക്കപ്പെട്ടവനായി മാറിയിരിക്കുന്നു, അല്ലേ സഹോദര? അവിടെയുള്ള എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നു. പക്ഷെ നീ മാത്രം പ്രശ്നത്തിനകത്താണ്. ചുറ്റും ശത്രുക്കളാണ്, ജോലി സ്ഥിരതയില്ല, എപ്പോൾ വേണമെങ്കിലും ജോലി നഷ്ടപ്പെടാം. നിന്നെ മാത്രം ശത്രുവിനെ പോലെ കണ്ട് എല്ലാവരും പെരുമാറുന്നു. അതെ സഹോദരി, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ആ സന്തോഷം അനുഭവിക്കുന്ന ഒത്തിരി പേർ നിനക്ക് ചുറ്റുമുണ്ട്. നിന്റെ സുഹൃത്തുക്കളുണ്ട്, നിന്റെ ബന്ധുക്കളുണ്ട്. അവരൊക്കെ അവരുടെ ജീവിതത്തിലെ നിറം പിടിപ്പിച്ച കഥകൾ പറയുമ്പോൾ അവർക്ക് മുമ്പിൽ ചിരിക്കുന്നു. പക്ഷേ ഉള്ളിൽ വേദനയാണ്. നിനക്കതില്ല. കുടുംബജീവിതത്തിലെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല, ഭർത്താവിൻ്റെ കരുതൽ അനുഭവിക്കുവാൻ കഴിയുന്നില്ല, സ്നേഹം അനുഭവിക്കുവാൻ കഴിയുന്നില്ല, അവൻ്റെ അധ്വാന ഫലം പോലും അനുഭവിക്കുവാൻ കഴിയുന്നില്ല, അല്ലേ സഹോദര? ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ടതൊന്നും നിനക്ക് ലഭിക്കുന്നില്ല. ഒറ്റപ്പെട്ടവനായിത്തീരുന്നു. ഭാര്യ ഉള്ളപ്പോഴും ഭാര്യയുടെ സ്നേഹം ലഭിക്കാതെ ഒറ്റപ്പെട്ടവനായിത്തീരുന്നു. ഇതൊക്കെ ഉള്ള ലോകത്തിൽ നീ ഇല്ലാത്തവനായി ജീവിക്കുന്നു, അല്ലേ? മക്കളൊക്കെ പഠിച്ച് നല്ല നിലയിൽ ജീവിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതിൽ നിങ്ങളുടെ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. നിങ്ങളുടെ മക്കളെക്കാൾ പിന്നോക്കമെന്ന് നിങ്ങൾ കരുതുന്ന ഒത്തിരി മക്കളുടെ അമ്മയപ്പന്മാരുണ്ട്. അവർ പല പല രാജ്യങ്ങളിലെത്തി, പല പൊസിഷനുകളിലെത്തി. പക്ഷെ നിങ്ങളുടെ മക്കൾ ഇന്നും വീട്ടിനകത്തിരിക്കുന്നു. അവർക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കുന്നില്ല. അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും പ്രാപിക്കുന്നവരായി മാറുന്നില്ല. ഇല്ലായ്മ അവരുടെ കൂടപ്പിറപ്പായി മാറിയിരിക്കുന്നു. പരാജയം മാത്രം ഇടവിടാതെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നല്ലതുണ്ട്, ചുറ്റുപാടും നല്ലതുണ്ട്, പക്ഷേ കാണുവാനില്ല. ഓരോ ഭവനത്തിലും മക്കൾ കടന്നു വരുമ്പോൾ മാതാപിതാക്കൾക്ക് സന്തോഷമാണ്. എന്നാൽ നിന്റെ ഭവനത്തിൽ മക്കൾ കടന്നു വരുമ്പോൾ നിനക്ക് വേദനയും ദുഃഖവും. എങ്ങനെയാണ് അവർ വരുന്നത്? അവരുടെ വായിൽ നിന്ന് വരുന്നത് എന്താണ്? മോശം കൂട്ടുകെട്ടുകൾക്കൊപ്പം നിന്ന് അവർ ഭവനത്തിനകത്തേക്ക് വരുന്നു.
ദൈവഹിതമില്ലാത്ത വഴികളിൽ അവർ സഞ്ചരിക്കുന്നു, ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്യുന്നു, പറയുവാൻ പാടില്ലാത്തത് പറയുന്നു. അതെ, ആരോഗ്യമുള്ളവരാ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ആരോഗ്യമുള്ളവരാ, പക്ഷെ നിനക്ക് മാത്രം ആരോഗ്യമില്ല. അതുകൊണ്ട് തന്നെ നിന്റെ സ്വപ്നങ്ങൾ കരിഞ്ഞുണങ്ങിപ്പോയിരിക്കുന്നു. ആരോഗ്യമില്ല, അതൊരു പ്രശ്നമാണ്, രോഗമാണ്, ദിവസേന രോഗമാണ്. അയ്യോ, അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷങ്ങൾ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് ഭാരമാണ് അല്ലേ മാതാവേ? ഉണ്ട്, പക്ഷെ കഴിക്കുവാൻ കഴിയുന്നില്ല. രോഗം നിന്നെ വല്ലാതെ തളർത്തിയിരിക്കുന്നു, നിന്റെ തലമുറയെ രോഗം വല്ലാതെ തളർത്തിയിരിക്കുന്നു. കടം ഒത്തിരി സന്തോഷങ്ങളെ റദ്ദ് ചെയ്യുന്നു. 4 പേർ കൂടുന്നിടത്ത് പോകുവാൻ കഴിയുന്നില്ല. കടക്കാരനായി കടക്കാരിയായി വീട്ടിനകത്ത് തന്നെ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥ. എല്ലാമുള്ള ലോകത്തിൽ ഒന്നുമില്ലാത്തവരായി തീരുന്ന അവസ്ഥ. അതെ, ഉള്ള സന്തോഷങ്ങളൊന്നും അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥ. കുരുടന്മാരുടെ ജീവിതത്തിലും അത് തന്നെയാണ്. എല്ലാമുണ്ട്, എല്ലാം ഉള്ളയിടത്ത് അവർ ആയിരിക്കുന്നു. എന്നാൽ ലോകത്തിന്റെ സന്തോഷങ്ങൾ അവർക്ക് അനുഭവിക്കുവാനോ കാണുവാനോ കഴിയുന്നില്ല. അവരുടെ ജീവിതത്തിൽ ഇതാ അവരുടെ നിലവിളി, അന്ന് വരെ അവരുടെ ഇല്ലായ്മയെ കുറിച്ചോർത്ത് അവർ നിലവിളിച്ച നിലവിളി പ്രാർത്ഥനയായി മാറുന്ന ഒരു മൊമെന്റ്. അതിന് കാരണമായ 2 കാര്യങ്ങൾ. ഒന്ന്, അവർ ചുറ്റുമുള്ളവരെ നോക്കിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനൊപ്പം വലിയൊരു പുരുഷാരം ഉണ്ടായിരുന്നു. പ്രതീക്ഷയോടെ പലതും അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, അവനൊപ്പം നടക്കുവാൻ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന പേരുകാരായ പലരും. അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇവന്മാരുടെ നിലവിളി. അതേന്നെ, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. മിണ്ടാതിരിക്കുവാൻ ശാസിക്കുക. മിണ്ടാതിരിക്കടാ, എടാ കുരുടാ, മിണ്ടാതിരിക്ക്. നീ ഇതെന്താ അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ആരാധിക്കുമ്പോൾ ഈ പുരുഷാരം, ചുറ്റും നിൽക്കുന്ന പുരുഷാരം നിങ്ങളെ ശാസിക്കും. മിണ്ടാതിരിക്കടാ. എന്തിനാ ഇങ്ങനെ കിടന്ന് പ്രാർത്ഥിക്കുന്നത്? ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? ഇതുവരെ നിലവിളിച്ചിട്ട് എന്ത് കിട്ടി? ഇതുവരെ യേശുവേ 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 എന്ന് പറഞ്ഞ് പിന്നാലെ നടന്നിട്ട് എന്ത് കിട്ടി അല്ലേ? ശാസിക്കുന്ന കൂട്ടം, അടിച്ചമർത്തുന്ന കൂട്ടം, ഒതുക്കിക്കളയുന്ന കൂട്ടം. നീ അങ്ങനെ തുടർന്നാൽ മതി. അവരുടെ ചിന്ത ഇതാണ്, നീ ഇതൊന്നും കാണുവാൻ വിധിക്കപ്പെട്ടവരല്ല, വിധിക്കപ്പെട്ടവളല്ല. അതേ പ്രിയരെ, ഇന്ന് നിങ്ങൾ നോക്കിയേ, കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം നടക്കുന്ന വലിയൊരു കൂട്ടത്തിൽ ബഹുഭൂരിപക്ഷവും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. നിങ്ങൾ ഇതിനൊന്നും യോഗ്യതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകേണ്ട. നിങ്ങൾ എന്നും കണ്ണുനീരിൽ തുടരുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും കഷ്ടത തന്നെ ആയിരിക്കട്ടെ. നിങ്ങളെന്നും ഇങ്ങനെ കരഞ്ഞ് നിങ്ങളുടെ ജീവിതം നരകതുല്യമാക്കി തീർക്കുക. ഇതാണ് ആ കൂട്ടം എപ്പോഴും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തുവാൻ, ഞാനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ച് അവൻ്റെ പിന്നാലെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറായാൽ അവർ നിങ്ങളെ തടയും. അവർ പറയും, ഇതൊന്നുമല്ല എൻ്റെ യേശുവിൻ്റെ ജോലി, അല്ലെങ്കിൽ ഞങ്ങളുടെ യേശുവിൻ്റെ ജോലി. അതൊരു പ്രത്യേക കാറ്റഗറിയാണ്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുവാനായിട്ട് കഴിയും. ആ കാറ്റഗറി എപ്പോഴും പറയും, എൻ്റെ യേശുവിന് നിന്റെ രോഗം സൗഖ്യമാക്കുകയല്ല ജോലി, എൻ്റെ യേശുവിന് നിന്റെ കടം മാറ്റുകയല്ല ജോലി, എൻ്റെ യേശുവിന് നിന്റെ തലമുറകളെ മാനസാന്തരപ്പെടുത്തുകയല്ല ജോലി, എൻ്റെ യേശുവിന് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു തരികയല്ല ജോലി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മറ്റൊരു ബഹുഭൂരിപക്ഷം, എനിക്ക് മുമ്പിലായിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള അവരുടെ കൂട്ടം, അതിൽ ഒരു വിഭാഗം ചിന്തിക്കും, ശരിയാണ്, അവർ വലിയ ആൾക്കാരാണല്ലോ, അവർക്ക് നല്ലതുപോലെ ആ മെസ്സേജുകൾ എഴുതി തയ്യാറാക്കുവാനും പ്രസംഗിക്കുവാനും പ്രസന്റ് ചെയ്യുവാനും കഴിയുമല്ലോ, അവർക്ക് ഒത്തിരി ജ്ഞാനമുണ്ടല്ലോ, അതുകൊണ്ട് അവർ പറയുന്നത് ശരിയായിരിക്കുമെന്ന് പറഞ്ഞ് മാറിപ്പോകാറുണ്ട്. അല്ലാത്തവർ എന്ത് സംഭവിച്ചാലും ഉറച്ചു നിൽക്കും. അവരോടൊപ്പം ചേർന്ന് മാറിപ്പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിച്ചു നോക്കുക, പിന്നെ യേശുവിന് എന്താണ് ജോലി? ആമേൻ. നിന്റെ ഈ അവസ്ഥയെ മാറ്റം വരുത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ യേശു എന്താണ് നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നത്? 3.5 വർഷക്കാലം 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷക്കാലം അവൻ ബാധിക്കപ്പെട്ട, ബന്ധിക്കപ്പെട്ട, അടിച്ചൊതുക്കപ്പെട്ട, തകർക്കപ്പെട്ട ജനത്തിന് മധ്യത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് നാം കാണുന്ന അനേക പ്രാസംഗികന്മാരിൽ ഒരാളെ പോലെ അവന്റെ വാക്ചാതുര്യം കൊണ്ട് അവന്റെ പിന്നാലെ നടത്തുകയല്ല ചെയ്തത്, മറിച്ച് അവർ എന്ത് വിഷയങ്ങളുടെ മധ്യത്തിൽ അവന്റെ അടുക്കൽ പോയോ അതിനൊക്കെയും അവൻ പരിഹാരം വരുത്തി. അതിന് തെളിവ് ഈ വേദപുസ്തകമാണ്, ഒരു പ്രസംഗവുമല്ല. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ഉറച്ചു വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനം വിശുദ്ധ വേദപുസ്തകമായിരിക്കണം. അങ്ങനെയെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ കൂട്ടത്തെ കണ്ട് ഭയപ്പെട്ടു പോകത്തില്ല, ആ കൂട്ടത്തെ കണ്ട് പിന്മാറി പോകത്തില്ല. അതെ,
യേശു നിങ്ങളുടെ ഏത് വിഷയങ്ങൾക്കും മതിയായവനാണ്. ആര് എന്ത് പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ തർക്കിച്ചാലും വേദപുസ്തകത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ മാറ്റപ്പെടത്തില്ല. അതെ, അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത് അത് തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന ഏത് അവസ്ഥയ്ക്കും മാറ്റം വരുത്തുവാൻ, നിങ്ങളുടെ പരിതാപകരമായ അവസ്ഥയെ മാറ്റുവാൻ, നിങ്ങളുടെ കണ്ണുനീരിന്റെ നിലവിളിയുടെ അവസ്ഥയെ മാറ്റുവാൻ കഴിയും. അതെ, എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് നിങ്ങൾ കാണുന്ന അനുഭവിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, അതേ സന്തോഷം അനുഭവിക്കുന്ന ഒത്തിരി പേരുടെ കൂട്ടത്തിൽ ഒരാളാക്കി നിങ്ങളെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ലോകം പറയും, നീ അവിടെ കിടക്ക്, നീ അങ്ങനെ തന്നെ ജീവിക്കുക, നീ അങ്ങനെ ആയിരുന്നാൽ മതി, നീ അവിടെ കിടന്നാൽ മതി, എന്നും കഷ്ടത നിനക്കൊപ്പമായിരിക്കട്ടെ, എന്നും നീ രോഗിയായിരിക്കട്ടെ, എന്നും നീ കരയുന്നവനായിരിക്കട്ടെ, എന്നും നീ ഇല്ലാത്തവനായിരിക്കട്ടെ. എന്നാൽ യേശു പറയുന്നു, അല്ല, നീ അങ്ങനെ തുടരുവാനുള്ളവനല്ല, അല്ല, നീ രോഗിയായി തീരുവാനുള്ളവനല്ല, രോഗിയായി നിന്റെ ജീവിതം അവസാനിപ്പിക്കുവാനുള്ളവനല്ല. അതേ സഹോദര സഹോദരി, അവൻ നിന്നെ സൗഖ്യമാക്കുക. നീ രോഗിയായി 38 വർഷക്കാലം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രായത്തിലും അധികം, ഈ ഭൂമിയിൽ ജനിച്ച പ്രായത്തിലും അധികം രോഗിയായി കിടന്ന മനുഷ്യൻ അവൻ മടുത്തിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ അവൻ പറയുക, കർത്താവേ, എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാനോ എടുത്തുകൊണ്ട് ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ അതിനകത്ത് ഇടുവാനോ ആരുമില്ല. അവൻ മടുത്തിരിക്കുന്നു. രോഗസൗഖ്യമെന്ന പ്രതീക്ഷ അവന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഈ ആൾക്കൂട്ടമാണ് കാരണം. എടോ പക്ഷപാത രോഗിയെ, നിനക്കൊപ്പം ആരുമില്ല, നീ അവിടെ കിടക്ക്, ഭിക്ഷ തണ്ടി ജീവിക്ക്. ആ കുളവും അതിലെ സൗഖ്യമൊന്നും നിനക്കുള്ളതല്ല. പറഞ്ഞു കേട്ട് മനസ്സ് മടുത്ത് അവന്റെ അടുക്കൽ വരുന്ന കർത്താവ് അവനോട് പറയുക, കിടക്ക എടുത്ത് നടക്ക. യെസ്, യേശുവിൻ നാമത്തിൽ ഇനി അവിടെ കിടന്ന് നരകിക്കുവാനുള്ളതല്ല നിന്റെ ജീവിതം. അതേ, ആ കട്ടിൽ നിന്ന് എഴുന്നേൽക്ക്. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്. ആശുപത്രിയിൽ കയറി ഇറങ്ങി തീർക്കുവാനുള്ളതല്ല നിന്റെ ജീവിതം. ബാധ്യതക്കാരിയായി നല്ലതൊന്നുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു തീർക്കുവാനുള്ളതല്ല സഹോദര സഹോദരി നിന്റെ ജീവിതം. അതെ, നിനക്കും ഈ ലോകത്തിൽ ഓഹരിയുണ്ട്. യെസ്, ഈ സന്തോഷത്തിൽ നിനക്കും ഓഹരിയുണ്ട്. ദൈവം സൃഷ്ടിച്ച, ദൈവം ഒരുക്കിയിരിക്കുന്ന സന്തോഷത്തിൽ നീയും പങ്കുകാരനാണ്. അവിടെ നിന്ന് ലോകം നിന്നെ ഒതുക്കി കളഞ്ഞ സ്ഥാനത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവിന് കഴിയും. അതേ, കടക്കാരനെന്ന ലേബൽ എൻ്റെ കർത്താവ് മാറ്റിക്കളയുക. നീ കടക്കാരനല്ല, കടക്കാരനെ ഒടുങ്ങി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവൻ വഴി തുറക്കുക. ഓ താങ്ക് ഗോഡ്. അതേ സഹോദരി, ഭർത്താവുള്ളവളായി, ഭാര്യ ഉള്ളവനായി, അതേ അങ്ങനെ തന്നെ നിങ്ങൾ ജീവിക്കും. നിങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കും. ഒരു പന്ന പിശാചിനും നിങ്ങളെ ഒറ്റയ്ക്കാക്കി തീർക്കുവാൻ കഴിയത്തേയില്ല. ലോകം പറയും, ഇല്ല, നിന്റെ വിധിയാണ്. വിധിയെ പറയുന്ന ആ പന്നക്കൂട്ടം അവരോട് പോയി പണി നോക്കുവാൻ പറയും. വിധിയെ മാറ്റി എഴുതുന്ന എൻ്റെ കർത്താവിൽ വിശ്വസിക്കുവാൻ റെഡിയാണോ? ആ വിധി മാറ്റി എഴുതപ്പെടുക. യെസ്, വിധവ എന്ന വിധി മാറ്റി എഴുതപ്പെടുക. ഓ സ്തോത്രം, താങ്ക് യു ലോർഡ്. മാതാവേ, പിതാവേ, നിന്റെ മക്കൾക്ക് വിവാഹം നടക്കത്തില്ല എന്ന ചിന്ത അതേ മാറ്റിവെക്ക. പ്രായം നോക്കേണ്ട, വിവാഹം നടക്കുക. ഓ താങ്ക് ഗോഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ഇനി പോകത്തില്ല, അവനൊക്കെ വീട്ടിലിരിക്കത്തേ ഉള്ളൂ. നീ വെറുതെ പഠിപ്പിച്ചതാ, നീ അല്ലാതെ ആരെങ്കിലും. പലരും പറയുക, മുഖത്ത് നോക്കി നശിച്ച തലമുറകളെന്ന് നിന്റെ തലമുറയെ. അവർ പുറത്തു വരുവാൻ പോകുക. അവരങ്ങനെ നശിച്ചവരുടെ കൂട്ടത്തിൽ തീർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം നീ നിലവിളിക്കുന്നുണ്ട്, ആ നിലവിളി ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഒന്ന്, ചുറ്റുമുള്ള ഈ യവന്മാരെ ഒന്നും നോക്കരുത്. അങ്ങനെ നോക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം താഴ്മ. വചനം പറയുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ദൈവം ഉയർത്തും. താഴ്മ വേണം. എന്തുകൊണ്ടാണ് നിലവിളിക്കുവാൻ ആരെങ്കിലും 2 വാക്ക് പറയുമ്പോൾ ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് അടുത്ത് മാറി മുറിക്കകത്ത് ഒതുങ്ങിക്കൂടി പോകുന്നത്? ഞാൻ എന്തോ ആണെന്നുള്ള ഭാവം ആണോ? അങ്ങനെ ഒരു ഭാവമുണ്ടോ? എന്തോ ആണ്, എനിക്ക് ആ ഡിഗ്രി ഉണ്ട്, എൻ്റെ പേരിതാണ്, എൻ്റെ അപ്പൻ്റെ പേരിതാണ്, ഞാൻ അവിടെയാണ് ജീവിക്കുന്നത്, ഞാൻ അവിടെയാണ് ജനിച്ചത്, ഞാൻ ഈ രാജ്യത്തിലാണ് നിൽക്കുന്നത്. ആ പേര് അതിനെ ആദ്യം അങ്ങ് കൊന്നുകള. ആമേൻ. ഈ ആൾക്കൂട്ടത്തിന് മുമ്പിൽ നിന്നെ പരാജയപ്പെടുത്തുന്നത് അതാ. ഞാൻ എന്തോ ആണ്, ഒന്നുമല്ല. ആമേൻ. നീ ഒന്നുമല്ല. ആദ്യം അത് തിരിച്ചറിയും. നീ ഒന്നുമല്ല. അവിടെ നിന്നാ ആൾക്കൂട്ടത്തോട് പോയി പണി നോക്കാൻ പറയുന്ന മനോഭാവം ഉണ്ടാവുന്ന പലരും പറയും. പല നിലകളിൽ പലതും പറഞ്ഞ് ഫോൺ ചെയ്യാറുണ്ട്. നീ ഇത്രയും വിദ്യാഭ്യാസമുള്ളവനല്ലേ, ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ലേ, പിന്നെ നീ ഇങ്ങനെ എന്താ പറയുന്നേ? നോക്ക്, അവിടെയൊക്കെ ഒത്തിരി പേർ ആക്രമിക്കപ്പെടുന്നുണ്ട്. യേശു സൗഖ്യമാക്കുമെന്ന് പറയുന്ന ഒത്തിരി പേർ അതാ അവർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, കല്ലെറിയുന്നു. യേശു വിടുവിക്കുമെന്ന് പറയുന്ന അനേകരുടെ പേര് പറഞ്ഞ് അപമാനിക്കുന്നു. അനേകരെ കുടുംബങ്ങളെ പോലും വലിച്ചിഴച്ച് അപമാനിക്കുന്നു. നിന്റെ ഗതിയും ഇങ്ങനെ ആയിത്തീരും, അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ അപമാനിക്കപ്പെടുവാനുള്ള ഒന്നും എൻ്റെ പക്കലില്ല. ഞാൻ അവരോട് പറയാറുണ്ട്, അങ്ങനെ നാണവും മാനവും ഒന്നും എനിക്കില്ല. ആർക്കും അപമാനിക്കാം, ആർക്കും നിന്ദിക്കാം. കാരണം
എൻ്റെ കർത്താവ് സഹിച്ച നിന്ന അപമാനം, അതിനു മുമ്പിൽ ഞാനെന്താ? അപ്പോ തന്നെത്താൻ താഴ്ത്തുവാൻ തയ്യാറാകുക. നിങ്ങൾ താഴ്ത്തുക, ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തുക. മനുഷ്യരുടെ മുഖം നോക്കരുത്. അതാരുമായിക്കൊള്ളട്ടെ. അമ്മേ, മക്കൾ അങ്ങനെയൊക്കെ പറയും. നീ വിടുവിക്കപ്പെടുമ്പോൾ അവർ പറയും നിന്റെ ദൈവമാ, നീയാ ശരിയെന്ന്. അതുകൊണ്ട് അവർ പറയുന്ന കേൾക്കരുത്. പ്രാർത്ഥന വിട്ട് കളയരുതേ. ദൈവത്തെ മുറുകെ പിടിക്കുക. സഹോദരി, ഭർത്താവിൻ്റെ വാക്ക് കേട്ട്, വീട്ടുകാരുടെ വാക്ക് കേട്ട്, മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വിട്ട് കളയരുതേ. സഹോദര, പലരും പരിഹസിക്കും, പലരും കളിയാക്കും. നിന്നിലൊരു വേലയുണ്ട്. കർത്താവിന് ചെയ്തെടുക്കേണ്ട ചിലത് നിന്നിലുണ്ട്. അതുകൊണ്ട് അവർ പറയുന്ന കേട്ട് മിണ്ടാതിരിക്കരുതേ. 2, മടുത്തു പോകരുത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുകയും ഉപമയിലൂടെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലും. ഇവിടുത്തെ മടുപ്പ് എന്താണ്? ഇവന്മാർ കുരുടന്മാരാണ്, അവർ ബലഹീനരാണ്, പരിമിതികളുള്ളവരാണ്. എന്നിട്ടും ഇവർ കർത്താവായ യേശു ക്രിസ്തു അവർക്ക് മുൻപിലൂടെ പോകുന്നു എന്ന് കേട്ട മാത്രയിൽ നിലവിളിച്ചുകൊണ്ട് ഓടി. ഇവിടെ നിലവിളിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ജോസീഫസ് എന്ന യഹൂദ ചരിത്രകാരൻ ഈ സംഭവത്തെ വിശദീകരിക്കുമ്പോൾ പറയുന്നത്, ആ തിരക്ക് പിടിച്ച വഴിയാണ്. ഇന്നത്തെ പോലെ ടാറിട്ട റോഡുകളൊന്നും അന്നില്ല. രാജപാതയാണ്, കല്ലുകൊണ്ടുള്ള പാതയാണ്. വീണാൽ കരിങ്കൽ പാകിയ വഴിയിൽ വീണാൽ അറിയാമല്ലോ. അങ്ങനെയുള്ള പാതയിലൂടെ, വളരെ ദുർഘടമായ, നല്ല കാഴ്ചയുള്ളവർക്ക് പോലും തിരക്കുള്ള സമയത്ത് നടക്കുവാൻ കഴിയാത്ത പാതയിലൂടെ ഇവർ ഓടി. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, കണ്ണില്ലാത്തവർ തിരക്കുള്ള പാതയിലൂടെ ഓടുമ്പോൾ എത്ര തവണ വീണ് കാണും, മുറി പറ്റി കാണും. അയ്യോ, ഇത് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല അല്ലേ? ഈ രോഗം വെച്ചുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? ഈ കടത്തിൻ്റെ മധ്യത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? ഈ നിന്ന സഹിച്ച് അയ്യോ പറ്റത്തില്ലെന്ന്, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പോ അതല്ലേ ചിന്ത. മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വേദനയാണ്. പിന്നെ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? ഇതാ ചിന്ത. മടുത്തു പോകരുത്. ആ കുരുടന്മാർ വീണ് വെടിയിട്ടും അവർ പ്രതീക്ഷിച്ചവനെന്ന് കിട്ടുന്നത് വരെ അവൻ്റെ പിന്നാലെ ഓടി. റെഡിയാണോ? മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ. ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ആ 2 കുരുടന്മാരെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയതുപോലെ. അതേ, നോക്കിയേ, അവരുടെ പരിമിതി മാറുകയാണ്. അവർ ആ വലിയ കൂട്ടത്തിലെ അംഗങ്ങളായി മാറുകയാണ്. ലോകത്തിന്റെ വെളിച്ചം കാണുവാൻ യോഗ്യരായ. യെസ്, ആമേൻ. ചിലർ പറയും ഞങ്ങളാണ് യോഗ്യർ. നീ യോഗ്യനല്ല. എൻ്റെ യേശു പറയുക, നിന്നെ ഞാൻ യോഗ്യനാക്കി മാറ്റും. യെസ്, സൗഖ്യം അനുഭവിക്കുവാൻ യോഗ്യനാക്കി, ഭാര്യയോടൊപ്പം ജീവിക്കുവാൻ യോഗ്യതയുള്ളവനാക്കി, ഭർത്താവിനൊപ്പം ജീവിക്കുവാൻ യോഗ്യതയുള്ളവനാക്കി, ആ ജോലി ചെയ്യുവാൻ, ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാൻ യോഗ്യത ഉള്ളവനാക്കി, ആ രാജ്യത്ത് കടന്നു പോകുവാൻ യോഗ്യത ഉള്ളവനാക്കി, യോഗ്യത ഉള്ളവളാക്കി നിന്നെ കർത്താവ് മാറ്റുവാൻ പോവുക. സ്തോത്രം. ഇന്നായിരിക്കുന്ന ഇരുട്ടിൻ്റെ അനുഭവം മാറുവാൻ പോവുക. നിലവിളിയുണ്ട്. ഒപ്പം ആരെയും നോക്കരുതേ. റൂമിനകത്തുള്ള അവരെ നോക്കരുതേ. ചുറ്റും നിന്ന് പരിഹസിക്കുന്ന, കളിയാക്കുന്ന അവരെ നോക്കരുതേ. ഫേസ്ബുക്ക് നോക്കുമ്പോൾ, വാട്സപ്പ് നോക്കുമ്പോൾ, യൂട്യൂബ് നോക്കുമ്പോൾ പരിഹസിക്കുന്ന, കോമാളി കഥകൾ പറയുന്ന അവരെ നോക്കരുതേ. യേശുവിങ്കലേക്ക് നോക്ക്. ഈ ഭൂമിയിലായിരുന്നു 33.5 വർഷം. തനിക്ക് മുമ്പിൽ വന്നവരെയൊക്കെ, തനിക്കൊപ്പമായിരുന്നവരെയൊക്കെ അവരുടെ ആവശ്യം അറിഞ്ഞ് നൽകി മടക്കിയച്ച യേശുവിങ്കലേക്ക് നോക്ക്. നീ ലജ്ജിതനായി തീരുവാൻ അവൻ അനുവദിക്കത്തില്ല. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കാരണമായി തീർന്നത് ഒരു ഫാമിലി ഈ മെസ്സേജ് സ്പോൺസർ ചെയ്തതുകൊണ്ടാണ്. നിങ്ങൾക്കും അതുപോലെ സ്പോൺസർ ചെയ്യുവാനും ഒത്തിരി പേരുടെ അനുഗ്രഹത്തിനായി കർത്താവിൻ്റെ വേലയിൽ പങ്കാളികളാകുവാനും അവസരമുണ്ട്. ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരു സഭാരാധനയിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ 10 മുതൽ എല്ലാ ഞായറാഴ്ചയും ലൈവ് സ്ട്രീമായി ഞങ്ങളുടെ സഭാരാധന നിങ്ങളുടെ കൈക്കുള്ളിലെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ എത്തിച്ചേരും. നിങ്ങൾക്ക് കാണുവാനും ഞങ്ങൾക്കൊപ്പം സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആ സ്ഥാനത്ത് നിന്ന്, അതേന്നേ, ഇല്ലായ്മ അനുഭവിക്കുന്ന, കണ്ണുനീര്, നിരാശയും വേദന അനുഭവിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് എല്ലാം ഉണ്ടെന്ന് പറയുന്നവരുടെ സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുവാനും കർത്താവ് അവസരമൊരുക്കും. അപ്പോൾ മടിക്കണ്ട.
പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനും ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം തന്നെ. എന്നാൽ കണ്ണടച്ചോ. വിശ്വാസ കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അടിയൊരൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, പല നിലകളിൽ ഇല്ലായ്മ അനുഭവിച്ച് പലരാലും മാറ്റി നിർത്തപ്പെട്ട് നിരാശയോടെ വേദനയോടെ ഇവരായിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇവരിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അങ്ങ് ജോലി നൽകണമേ. യേശുവിൻ നാമത്തിൽ വഴി തുറക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. തൊഴിൽ മേഖലയുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. പുതിയ ജോലികൾ ഉണ്ടാകട്ടെ. വർഷങ്ങളായി ജോലിയില്ലാതെ ഭവനങ്ങൾക്കകത്തായിരിക്കുന്നവർ പുറത്തു വരട്ടെ. ആ കാരണങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. തലമുറകളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ പ്രാർത്ഥിക്ക്. വിവാഹബന്ധം നടക്കുവാൻ പോകുക, ഉദരഫലങ്ങൾ ജനിക്കുവാൻ പോകുക. സ്തോത്രം. മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുക. ആമേൻ. വാതിലുകൾ തുറക്കപ്പെടുക. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുക. അഡ്മിഷനുകൾ ലഭിക്കുക. റിസൾട്ട് ഉണ്ടാകുക. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുക. ലോണിന് വേണ്ടി കയറി ഇറങ്ങി കർത്താവ് ചില പേപ്പേഴ്സിൽ ചിലരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇവർക്ക് ആ ലോൺ ലഭിക്കട്ടെ. എല്ലാ കടഭാരങ്ങളും മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം അങ്ങ് ഇവർക്ക് മുമ്പിൽ വഴി തുറക്കണമേ. അപ്പോൾ അങ്ങ് വഴി തുറക്കണമേ കർത്താവ്. യേശുവേ, മനസ്സലിയപ്പാ. കുടുംബങ്ങൾ പണിതുയർത്തപ്പെടട്ടെ. ഭാര്യമാർ ഭർത്താക്കന്മാർ ചേർന്ന് സന്തോഷമായി പാർക്കട്ടെ. ഇവർ ഒരുമിച്ച് ജീവിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇവരെ നിരാശപ്പെടുത്തുന്നവരുടെ മധ്യത്തിൽ ഇവർ സന്തോഷമായി ജീവിക്കട്ടെ. രോഗികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സകല രോഗബന്ധനവും നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. താങ്ക് ഗോഡ്. ആമേൻ. ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ സ്വന്തം ഭവനങ്ങളെ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. വലുതും ചെറുതുമായ എല്ലാ കച്ചവടങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും പല നിലകളിൽ ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരിലൂടെ കർത്താവിൻ്റെ നാമം ഉയരട്ടെ. അനേകർ വിടുവിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതുവരുടെ അനുഗ്രഹത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.